വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ BJP എന്ന് പറയുന്ന പാർട്ടി, ഈ പാർട്ടിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇവർ ഒരു കാര്യവും അന്നന്നത്തേക്ക് വേണ്ടി ചെയ്യില്ല. ഇവരെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് ചെയ്യുന്ന പാർട്ടിയാണ്. ഇലക്ഷന്റെ കാര്യം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇലക്ഷൻ ഒരു സംസ്ഥാനം ഇവർ പിടിക്കണമെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും അവർ കാത്തിരിക്കാൻ അവർ അതിന് തയ്യാറാണ്. എത്ര തവണ തോറ്റിട്ടായിരുന്നാൽ പോലും അവിടെ വിജയിച്ചു വരാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് ഉള്ള പാർട്ടിയാണ്. അത് അവരുടെ കോൺഫിഡൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സംഘടനാ സെറ്റപ്പ്, അവരുടെ പ്രവർത്തനത്തിന്റെ രീതി, ജനങ്ങളോടുള്ള അവരുടെ ഇടപഴകൽ, ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ജനങ്ങൾക്കുള്ളിലേക്ക് വിഷയങ്ങൾ എത്തിക്കാനായിട്ട് BJPയെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞ ശേഷം സോഷ്യൽ മീഡിയയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് ഈ ലോകത്ത് തന്നെ ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് ഉപയോഗിച്ച ഒരു പാർട്ടി BJP ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ BJP കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ 2014 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു കഴിഞ്ഞ ശേഷം BJPക്ക് നേമത്ത് ഒരു സീറ്റ് കിട്ടി. ആ നേമത്ത് BJPക്ക് സീറ്റ് കിട്ടിയത് പോലും നേമത്ത് രാജഗോപാലിൽ നിന്ന് തോറ്റ് അവസാനം രാജഗോപാൽ അവിടെ ജയിക്കുകയായിരുന്നു. 2019 നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ BJPക്ക് ഒരു സീറ്റും അവിടെ കിട്ടിയില്ല. എങ്കിലും അവർ ശക്തമായി തന്നെ മുന്നോട്ട് പോയി. ഇപ്പോൾ 2026 തിരഞ്ഞെടുപ്പ് കേരളത്തിൽ വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് BJP ഇപ്പോൾ 10 സീറ്റ് നേടുമോ 15 സീറ്റ് നേടുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. BJP അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളതിനെ കുറിച്ച് ആരും സംസാരിക്കുന്ന പോലുമില്ല, ചർച്ച ചെയ്യുന്ന പോലുമില്ല എന്നുള്ളതാണ്. BJPയുടെ സീറ്റ് എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഈ BJPയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് അവരുടെ ഈ സംഘടനാ സെറ്റപ്പ്, ഈ തെരഞ്ഞെടുപ്പും എല്ലാം നോക്കുമ്പോഴും അവർ ഒരു നിര നേതാക്കളെ മാത്രമല്ല അണിനിരത്തുന്നത്. അവർക്ക് വളരെ ദീർഘവീക്ഷണമുണ്ട് ഈ കാര്യത്തിൽ. കേരളത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ നമ്മുടെ ഈ ഇലക്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു വലിയ നിര യുവാക്കൾ ഈ ഇലക്ഷന് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുതിർന്നവരുണ്ട്, ഓഫ് കോഴ്സ് മുതിർന്നവരുണ്ട്, ഒരുപാട് നാളായിട്ട് ഇലക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഇത്തവണ നമ്മൾ കാണാൻ സാധിക്കുന്നതാണ് ചില ആൾക്കാരെയൊന്നും പോലും അറിയുക പോലുമില്ല ജനങ്ങൾക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഗ്രാജ്വലി ഇവർ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് അവരുടെ വലിയൊരു സ്ട്രാറ്റജിയാണ് എന്നുള്ള കാര്യത്തിൽ എല്ലായിടത്തും അവർ ഇപ്പൊ നമ്മൾ പാർലമെന്റിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിജയേട്ടൻ പറയാറുള്ളത് പോലെ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് ഒന്നും മറുപടി കൊടുക്കുന്ന നരേന്ദ്രമോദിയോ അമിത്ഷാ ഒന്നുമല്ല. അവിടെയുള്ള ചെറിയ ചെറിയ പിള്ളേരാണ്, തേജസ്വി സൂര്യയെ പോലെയുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോ ഇത് BJP കേരളത്തിലേക്കുള്ള ഒരു ലോങ് ടേം പ്ലാൻ ആയിട്ട് BJPയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണോ ഈ ഒരു പുതിയ നിര? ഇപ്പൊ ഷോൺ ജോർജിനെ പോലെയുള്ള, യുവരാജ് ഗോകുലിനെ പോലെയുള്ള, അനൂപ് ആന്റണിയെ പോലെയുള്ള, അങ്ങനെ ഒരുപാട് ആൾക്കാർ വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാം. എനിക്ക് പെട്ടെന്ന് ഈ 3 പേരാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾ, ഇവർക്കൊക്കെ ഇനി കഴിഞ്ഞ ദിവസം യുവരാജ് ഗോകുലിന്റെ NDTVയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ അവർ യുവരാജ് ഗോകുലിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എത്ര വയസ്സായെന്ന് ചോദിക്കുന്നു. അപ്പൊ യുവരാജ് പറഞ്ഞത് എനിക്ക് 38 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ എന്ന് യുവരാജ് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ നെടുമങ്ങാട് പോലെയുള്ള ഒരു സ്ഥലം ഏൽപ്പിച്ച് അവിടെ ഇലക്ഷൻ പ്രചാരണത്തിൽ നടത്തുമ്പോൾ BJP ചെറിയൊരു പാർട്ടിയല്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത്. എന്താണ് ഇതിലൊരു വിശകലനം? അതായത് ഞാൻ എപ്പോഴും ഈ ഇതിനുള്ള BJPയുടെ അനാലിസിസ് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് എന്തുകൊണ്ട് തകർന്നു, BJP ഇപ്പോഴും പച്ചപിടിച്ച് അവർ തളർത്ത് വളർന്നുകൊണ്ട്, എന്തുകൊണ്ട് അവർ വളർന്നുകൊണ്ടിരിക്കുന്നു, ഇവരെന്തുകൊണ്ട് തളരുന്നു എന്നുള്ള സിമ്പിൾ ആയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഒരിക്കൽ കൂടി ഞാൻ ഈ ഇലക്ഷൻ കാലത്ത് അത് ഒന്നുകൂടെ പറയുന്നു. രണ്ടുപേരെ നമ്മൾ എടുത്തു നോക്കൂ. BJP സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ തലമുറ കൈമാറ്റം നടന്നുകൊണ്ടിരിക്കും. BJPക്ക് ഒരു 7 നിര നേതാക്കളുണ്ട്, 7 ലെയർ ഉണ്ട് അവർക്ക്. അതായത് ഏറ്റവും മുതിർന്ന LK അദ്വാനിയെ പോലുള്ള നേതാക്കളുണ്ട്. അതിന് താഴെ വരുന്ന ഈ നരേന്ദ്രമോദിയെ കണക്ക് അതിനകത്ത് 3ാമത്തെ ലെയറിലോ 4ാമത്തെ ലെയറിലാണ് അമിത്ഷാ നിൽക്കുന്നത്. രാജ്നാഥ് സിംഗിനെ പോലുള്ള ടോപ്പ് ലെയർ നേതാക്കളുണ്ട്. അതൊന്നും ആലോചിക്കണം. 3ാമത്തെ ലെയറിലുള്ള ഒരു നേതാവാണ് ശ്രീമാൻ അമിത്ഷാ. അപ്പൊ അവിടെ എന്ത് സ്ട്രോങ് ആണ് അവരുടെ ലെയറുകളെന്ന് ആലോചിക്കണം. ഇനി അതിന്റെ താഴെ തട്ടിലേക്ക് വരുമ്പോൾ, ഏറ്റവും താഴെ തട്ടിലേക്ക് അവർ എത്തുമ്പോൾ തേജസ്വി സൂര്യ, അണ്ണാമലെ, ഇപ്പോ നമ്മുടെ BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷൻ നബിൻ, പിന്നെ അനുരാഗ് താക്കൂർ, അങ്ങനെ നീണ്ട നിര കിടക്കുകയാണ് താഴെത്തട്ടില്. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റാ. ഈ കുറച്ച് നാളായിട്ട് BJP വലിയ രീതിയിൽ ഷിഫ്റ്റ് ചെയ്തു, അവരുടെ തലമുറ അവർ ചേഞ്ച് ചെയ്തു. ഇന്ത്യയിൽ അവർ ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പ്രായം നോക്കൂ. അതിനകത്ത് ഒരു മുഖ്യമന്ത്രി വെച്ച് ബാക്കി മുഖ്യമന്ത്രിമാരെല്ലാം 65 വയസ്സിന് താഴെയാണ്. അതിലവരുടെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി UP, ആസാം, പിന്നെ ഇവിടങ്ങളിലുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ഇവിടെ ഹരിയാന, മഹാരാഷ്ട്ര ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 55 വയസ്സിന് താഴെയാണ്. 55 വയസ്സ് ഇല്ല അതിന് അടുത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിമാരാണ് കൂടുതൽ. അതായത് ഇവർക്ക് ഇനി ഒരു 20 വർഷം കൂടെ നയിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ പോട്ടെ 15 years നയിക്കാൻ എന്തായാലും പറ്റും.
അപ്പോൾ തന്നെ അവർക്ക് അടുത്ത തലമുറയെ വാർത്തെടുത്താൽ മതി. കോൺഗ്രസ് അത് ഒരിക്കലും ചെയ്തിട്ടില്ല. കോൺഗ്രസിന് ഒരു നേതാവ് വന്നു കഴിഞ്ഞാൽ അയാൾ മരിക്കുന്നവരെ കോൺഗ്രസിലുണ്ടാകും. ഇനി അയാള് ബെഡിൽ കിടന്നു പോലും അയാൾ മത്സരിക്കും. അതാണ് കോൺഗ്രസിന്റെ സൃഷ്ടി. ഇവരങ്ങനല്ല. അത് തന്നെയാണ് ആ പാർട്ടിയുടെ. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇതുവരെ കാണാത്ത, ഞാനിപ്പോൾ കുറച്ച് മണ്ഡലങ്ങളൊക്കെ സഞ്ചരിച്ചാൽ അവിടങ്ങളിലൊക്കെ എല്ലാ മണ്ഡലങ്ങളും, അത് ജയിക്കും തോക്കും എ ക്ലാസ് ബി ക്ലാസ് ഒന്നുമില്ല, എല്ലാ മണ്ഡലങ്ങളിലും ഈ നോർത്തിലുള്ള മഹാരാഷ്ട്ര, ബീഹാർ, UP അവിടങ്ങളിലുള്ള MLA മാർ, യുവ MLA മാർ ഒരു 5 പേര് കാണും. അവരുടെ കൂടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരു മുൻ കേന്ദ്രമന്ത്രിയോ ഇല്ലെങ്കിൽ മുൻ MP യോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സീനിയറും കാണും. ഒരു 4-5 കൊച്ചു പിള്ളേര്. ഞാൻ പല മണ്ഡലങ്ങളിലും പോയി. അപ്പൊ എനിക്ക് അതിശയം തോന്നി. വളരെ ചെറുപ്പമുള്ള യുവമോർച്ചയിലാണ് അവർ വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അവരെ വിട്ടിരിക്കുകയാണ്. കാരണം ഇവർ പ്രാക്ടീസ് ചെയ്യിക്കുകയാണ്. അതായത് കേരളം ഉള്ള സ്ഥലത്തിൽ എങ്ങനെയാണ്, കേരളം പോലെ ഒരു സൗത്ത് ഇന്ത്യയിൽ എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ വർക്ക് പോകുന്നത്. സത്യത്തിൽ ആ BJP-ക്കാർ കണ്ടുപഠിക്കണം. അവർ പോകുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ കണ്ടുപഠിക്കുന്നത് നന്നായിരിക്കും. രാവിലെ 7 മണി എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം റെഡിയാണ് അവിടെ. ഏതെങ്കിലും ഒരു BJP-ക്കാരൻ 7 മണി എന്നുള്ള സമയം കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവർ 7 മണിക്ക് റെഡിയാ. ഇവരെ വിളിച്ചുകൊണ്ട് എല്ലാ ബൂത്തുകളെ കുറിച്ച് ഇവർക്ക് കാണാപ്പാടാണ്. കാരണം ഇവർക്കത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമാണ്. ഇനി നോക്കൂ, അവരുടെ പ്രചരണത്തിന് ഇറക്കിയ നേതാക്കളെ നോക്കൂ. പോട്ടെ, നമുക്ക് രാജ്നാഥ് സിംഗ്, മോദി, ഷാ ഇവരെ മാറ്റി നിർത്താം. വന്നിരിക്കുന്നത് അണ്ണാമലെ, പിന്നെ നമ്മുടെ ഗായിക എത്തിയിരിക്കുന്നു, മൈഥിലി താക്കൂർ എത്തിയിരിക്കുന്നു, തേജസ്വി സൂര്യ എത്തിയിരിക്കുന്നു. പിന്നെ അവരുടെ ആ യൂത്ത് ആയിട്ടുള്ള നേതാക്കന്മാരെല്ലാമാണ്. എല്ലാ മണ്ഡലത്തിലും ഇപ്രാവശ്യം കേന്ദ്ര പ്രാതിനിധ്യം ഉണ്ടെന്നുള്ളതാണ്. കാരണം സാധാരണ BJP-യുടെ നേതാക്കളും പ്രവർത്തകരൊക്കെ പറയും, ഇത് മോദി വരുന്നു, ഷാ വരുന്നു, അവിടെ അല്ലേ ഉള്ളൂ, ഇവിടെ ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നിടത്ത് അവരുടെ യൂത്ത് എല്ലാവരും നിറഞ്ഞു നിൽക്കുക. ഇനിയിപ്പം കേന്ദ്രത്തിന്റെ നിരീക്ഷണമില്ല, കേന്ദ്രം ഞങ്ങളുടെ ഒപ്പമില്ല എന്നൊന്നും BJP-ക്കാർക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവര് ഫുൾടൈം കിടക്കുകയാണ് ഇവിടെ. ഇവരുടെ കൂടെ നിന്ന് എല്ലാ ഇലക്ഷനും നിയന്ത്രിക്കുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതായത് അവർ ചെയ്യുന്ന കാര്യം അടുത്ത തലമുറയെ വാർത്തെടുക്കുകയാണ്. കാരണം അവരുടെ വിഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പല്ല, ഇനി ഉള്ള കാലം മുഴുവനുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പൊ അവർ അടുത്ത തലമുറയ്ക്ക് അവർ പ്രാക്ടീസ് കൊടുക്കുക. നോക്കൂ, അണ്ണാമലയ്ക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് തമിഴ്നാട്ടിൽ ഒരു സീറ്റ് BJP-ക്ക് കൊടുക്കാം. അദ്ദേഹം ചോദിക്കുന്ന സീറ്റ് തന്നെ കൊടുക്കാൻ കഴിയുന്നതാണ്. പക്ഷെ അണ്ണാമലയ്ക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം, മുരുകന് പകരം കേന്ദ്രമന്ത്രി സ്ഥാനം വെച്ച് നീട്ടിയപ്പോഴും അണ്ണാമല നോ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കൂ, അണ്ണാമലയ്ക്ക് കൊടുത്തിരിക്കുന്നത് പുതുച്ചേരി, കേരളം, തമിഴ്നാട്, ഇത്തരം സ്ഥലത്ത് പുള്ളി ഇലക്ഷൻ പ്രചരണമാണ്. ഫുൾ പ്രചരണ മുഖം, മെയിൻ പ്രചരണ മുഖമായിട്ട് അണ്ണാമല അവർ കൊണ്ടുവന്നു. സാധാരണ ഇത് മനുഷ്യൻ നോക്കിക്കോളൂ, കഴിഞ്ഞ ഇലക്ഷൻ വരെ, ഞാനത് പ്രേക്ഷകരോടും പറയാം, കഴിഞ്ഞ ഇലക്ഷൻ വരെ BJP-യുടെ സ്റ്റാർ ക്യാമ്പയിനർ ആരായിരുന്നു? നരേന്ദ്രമോദിയാണ്. എല്ലായിടവും നരേന്ദ്രമോദി എത്തുമായിരുന്നു. അപ്പം എല്ലാവരും എത്താൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇന്ത്യ മുഴുവൻ ഓടി നടക്കാനും അദ്ദേഹത്തിന് കഴിയില്ല. ഇത്തവണ തെരഞ്ഞെടുപ്പ് നോക്കും, നരേന്ദ്രമോദി ആകെ വന്നത് 2 തവണയാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിനേക്കാളും കുറച്ചാണ് വന്നിരിക്കുന്നത്. 2 തവണ വന്നിട്ടുള്ളൂ. കഴിഞ്ഞ തവണ 4 തവണയെ മറ്റേ വന്നിരുന്നു. ലോക്സഭാ ടൈമിലും അദ്ദേഹം കൂടുതൽ വന്നിരുന്നു. ഇപ്രാവശ്യം 2 തവണയാണ് അദ്ദേഹം വന്നത്. ഇനി ഇവിടുത്തെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് വിട്ടിരിക്കുന്ന ആരൊക്കെ? തേജസ്വി സൂര്യ, അണ്ണാമലെ, ഈ പറയുന്ന ഗായിക, ഇവരെയൊക്കെയാണ് സ്റ്റാർ ക്യാമ്പയിനായിട്ട് വിട്ടിട്ട് എല്ലാ ഏരിയയിലും ആർക്കും വിടുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് അവരുടെ അടുത്ത തലമുറ, ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു 7ാം ലെയറാണ് ഈ വന്നിരിക്കുന്ന മുഴുവൻ പേരും. അവരുടെ 7ാം നിരയിലുള്ള നേതാക്കളാണ്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വന്നിരിക്കുന്ന പ്രചരണം നടത്തുന്ന നേതാക്കൾക്ക് കുറഞ്ഞ ഒരു 10-40 വർഷം വളരെ ആക്റ്റീവായിട്ട്, 40 വർഷമാണെങ്കിൽ പോലും ഇവർക്കൊക്കെ ഒരു 60-65 വയസ്സൊക്കെ ആകത്തുള്ളൂ പലർക്കും ആക്റ്റീവായിട്ട്. അപ്പൊ അവർ എത്രത്തോളം പ്രാക്ടീസ് ഇല്ലെങ്കിൽ എത്രത്തോളം പരിണത പ്രജ്ഞരായി മാറുമെന്ന് ആലോചിച്ച് ചോദിക്കും. ഇതാണ് ഈ പാർട്ടിയുടെ കരുത്ത്. ഇതിനെ ചോർത്തിക്കളയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ? അവര് തന്നെ ഇപ്പൊ പ്രായമായിക്കൊണ്ടിരിക്കുക. രാഹുൽ ഗാന്ധിയുടെ കൂടെ ഓടാൻ ആരൊക്കെയാ ഉള്ളത്? 71 വയസ്സുള്ള KC വേണുഗോപാല്, പിന്നെ 80 വയസ്സുള്ള ആളുകൾ, ശശി തരൂര്, നടക്കാൻ പോലും പറ്റാത്ത മല്ലികാർജുന ഖാർഗെ, നമ്മൾ കുറ്റം പറയുന്നതല്ല, ഖാർഗെ, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് ഉള്ളത്. ഇനി CPM നോക്കും, മത്സരിക്കുന്നതിന് 79 വയസ്സുള്ള പിണറായി വിജയൻ, ഉള്ളത് MP ഗോവിന്ദൻ, പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടില്ല. വിരലെണ്ണാവുന്ന ജയിക്കോ സ്വരാജോ ഒക്കെ കാണുവാൻ വേറൊന്നുമില്ല. ഞാൻ ഈ പ്രായമുള്ളവരെ കുറ്റപ്പെടുത്തുകയല്ല, എല്ലാവരും പ്രായമായിക്കൊണ്ടിരിക്കണം. പക്ഷെ പ്രായമുള്ളവരെയും യൂത്തിനെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. കാരണം യുവത്വത്തിന്റെ എനർജി നമ്മൾ യൂസ് ചെയ്യണം. പ്രായമുള്ളവരുടെ തന്ത്രങ്ങൾ അതിൽ ആവിഷ്കരിക്കണം. കാരണം പ്രായമുള്ളവർക്ക്, അതായത് ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ സംബന്ധിച്ച് അയാൾക്ക് എന്തൊക്കെ തന്ത്രം അവിടെ ഒരുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്ഷെ അദ്ദേഹത്തിന് ഓടിയെത്താൻ ഒരു പക്ഷെ കഴിഞ്ഞൊന്നും വരില്ല. യൂത്തിനെ സംബന്ധിച്ച് അവർക്ക് 24 hours ഓടിയെത്താൻ കഴിയും, ഈ തന്ത്രം നടപ്പാക്കാൻ കഴിയും. അപ്പൊ ആ യൂത്ത് അവരിൽ നിന്ന് പഠിക്കും, ഇതാണ് തന്ത്രം എന്ന് പഠിക്കും. അതായത് മുതിർന്നവരിൽ നിന്ന് പഠിക്കുന്നത് യൂത്ത് പ്രാക്ടിക്കലാക്കുന്നു. ഈ ഒരു മികച്ച തന്ത്രമാണ് അവർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി പറയാൻ പറ്റും,
കേരളം തഴിച്ചു പറഞ്ഞ ഒരു അടുത്ത നെക്സ്റ്റ് ഇലക്ഷൻ വന്നു കഴിയുമ്പോഴത്തേനും ഈ പറഞ്ഞ 30 ഇപ്പൊ തന്നെ നമ്മുടെ അനാലിസിസ് നമ്മൾ പറഞ്ഞു കേരളത്തിലെ 30 മണ്ഡലങ്ങൾ തീവാറുന്ന മത്സരമാണ്. അതിനകത്ത് 9 മണ്ഡലങ്ങൾ വിന്നിംഗ് എബിലിറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്, വിന്നിംഗ് പൊസിഷനിലാണ് നിൽക്കുന്നത്. 12 മണ്ഡലങ്ങൾ നമ്മൾ ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കൂടെ പോരാവുന്നതാണ്. അതെല്ലാം നമ്മളിങ്ങനെ പറയുമ്പോഴും ഈ പ്രവർത്തകർ അവസാന നിമിഷത്തിൽ എടുക്കുന്ന എഫർട്ടുകളും പ്രവർത്തകർ ഈ വോട്ടുകൾ കൃത്യമായി തന്നെ ബൂത്തിൽ എത്തിക്കാൻ വേണ്ട ശ്രമം നടക്കുന്നത്. നമ്മളിപ്പോ ഒരുപാട് പ്രചരണം നടത്തി, ഒരു വീട്ടിൽ നമ്മൾ പലവട്ടം പോയി എന്ന് കരുതിയിട്ട് ഉഴപ്പാനിരിക്കരുത്. ഇലക്ഷന്റെ അന്നും ആ വീടുകളിൽ പോയി ആ വോട്ടർമാരെ കൃത്യമായി കൊണ്ടുവന്ന് വോട്ട് ചെയ്യുക. അതായത് നമ്മുടെ വോട്ടുകൾ നമ്മുടെ പെട്ടിയിൽ എത്തി, അല്ലെങ്കിൽ നമ്മുടെ അനുഭാവികളുടെ വോട്ടുകൾ നമ്മുടെ പെട്ടിയിൽ എത്തി എന്ന് ഉറപ്പിക്കുന്നിടത്താണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ മറ്റേ കൊട്ടത്താപ്പുറ കണക്കെ കൊടുക്കാൻ പറ്റുന്നു. അപ്പം ആ നിലയിലേക്ക് അവർ മാറിക്കഴിഞ്ഞാൽ ഇത്രയും പൊസിഷൻ, വിന്നിംഗ് പൊസിഷനുള്ള മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. മുമ്പൊന്നും ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് അത് കാര്യം പോകുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് അവരവരുടെ യൂത്തിനെ ഇറക്കിയിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് നരേന്ദ്രമോദി എന്നുള്ളതിന്റെ ആ ഒരു ഒറ്റയാൾ പോരാട്ടം അല്ലെങ്കിൽ ഒറ്റയാൾ പ്രചാരകൻ എന്ന നിലയിൽ നിന്ന് അത് മാറിയിരിക്കുന്നു. കാരണം ഇപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഈ അണ്ണാമല വരുമ്പോഴും തേജസ്വി സൂര്യ വരുമ്പോഴും മറ്റേ പേരെനിക്ക് എപ്പോഴും വരത്തില്ല, മറ്റേ നമ്മുടെ ഗായികയുടെ പേര് വരുമ്പോഴുമൊക്കെ മൈഥിലി താഗോർ. അപ്പം ഈ കുട്ടിയൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ജനസാഗരമുണ്ട്, വലിയ രീതിയിലുള്ള ഓളം അതിനൊക്കെ സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട്. BJPയുടെ ആൾക്കാർക്ക് പരാതിയുമില്ല. മുമ്പ് അങ്ങനെയല്ല, പരാതിയായിരുന്നു. മോദി അവിടെ വന്നു, ഷാ ഇവിടെ വന്നു, ഞങ്ങൾക്ക് വന്നില്ല, പോയില്ല. ഇപ്പൊ ആർക്കും പരാതിയില്ല. കാരണം ഈ വരുന്നവർക്കൊക്കെ ഒരു ഓളം സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. ഇവിടെ നോക്കിക്കൂടെ ഈ തെരഞ്ഞെടുപ്പ് എത്ര നേതാക്കളെ കേരളത്തിൽ വന്നു ധനുഷ്? നിർമ്മലാ സീതാരാമൻ വന്നു, പിന്നെ അമിത്ഷാ വന്നു, രാജ്നാഥ് സിംഗ് വന്നു, മോദി വന്നു. 4 പേരാണ് വന്നത്. അവർ വന്നിട്ട് എത്ര ദിവസം ഉണ്ടായിരുന്നു? രാജ്നാഥ് സിംഗ് ഒരു ദിവസം പ്രചരണം നടത്തി, നിർമ്മലാ സീതാരാമൻ ഒരു ദിവസം നടത്തി, അമിത്ഷാ വന്നിട്ട് ഒരു ദിവസം നടത്തി, നരേന്ദ്രമോദി 2 ദിവസം വന്നു. അവരാകെ എത്ര മണ്ഡലത്തിൽ പോയിട്ട്? വളരെ കുറച്ച് മണ്ഡലങ്ങളിലേ അവർ പോയിട്ടുള്ളൂ. പക്ഷേ ഇത് മുഴുവൻ എല്ലായിടത്തും ഈ പ്രചരണം മുഴുവൻ നയിക്കുന്നത് ഇത്. അതായത് ഇലക്ഷൻ തുടങ്ങിയത് മുതൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം വരെ ഈ പറയുന്ന നോർത്തിൽ നിന്നുള്ള MLA മാർ, MP മാർ, മുൻമന്ത്രിമാർ, MLA അടക്കം എല്ലാ മണ്ഡലങ്ങളും ചെറുതും വലുതും, അതായത് A ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രമല്ല ബിയിലും സിയിലും ഒക്കെ ഉണ്ട് അവര്. എനിക്ക് തോന്നുന്നു ഘടകകക്ഷികളുടെ മണ്ഡലത്തിലും അവരുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അതിൽ ഒരുപാട് പേരോട് സംസാരിച്ചു. അതിനകത്ത് ഈ പെട്ടെന്ന് പേര് വിട്ടു, കർണാടകത്തിൽ നിന്നുള്ളൊരു MP ഉണ്ടായിരുന്നു BJPയുടെ, അദ്ദേഹത്തിനാണ് ചെങ്ങന്നൂർ ചാർജ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ജയിച്ചത് എത്ര വോട്ടിനാണെന്ന് അറിയാം? ഭൂരിപക്ഷം അല്ല പഴയ MP. അദ്ദേഹം അന്നത്തെ കാലത്ത് ലോക്സഭയിലേക്ക് ജയിച്ചത് 5 ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ആ MP ആണ് വന്നിരിക്കുന്നത് ചെങ്ങന്നൂർ മണ്ഡലത്തിന്റെ ചാർജ്. എല്ലാവരും നല്ല എന്തോ ഷെട്ടിയാണ്, ഞാൻ ആ പേര് പെട്ടെന്ന് ഞാൻ വിട്ടുപോയി, ഓർമ്മ വന്നില്ല, ഷെട്ടിയാണത്. അപ്പം അതോട് ഒരുപാട് നേരം സംസാരിച്ചു. അപ്പൊ വളരെ ഒന്ന് ആലോചിച്ച്, ഇന്ത്യയുടെ ചരിത്രമാണ് ഈ 5 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ. നരേന്ദ്രമോദിക്ക് ഒരു ഇതുവരെ പറ്റിയിട്ടില്ല. അവിടെയാണ് ഈ 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇദ്ദേഹം ജയിച്ചിരിക്കുന്നത്. ആ MP ആണ് അവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് കീഴിൽ ഒരു യുവനിര തന്നെ പല ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ബീഹാറിൽ നിന്ന് വന്ന ആളുകളുണ്ട്, MLA മാരുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലായിടത്തും ഉണ്ട്. അത് അവരുടെ അടുത്ത തലമുറയെ ഒരു മുതിർന്ന ആളെ വിടുന്നു. ആ മുതിർന്ന ആളുടെ ഒപ്പം തന്നെ ഈ പറയുന്ന യുവതലമുറയെ കൂടെ വിടുന്നു. ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണല്ലോ ഇതിനകത്തൊരു ഇത് വരുന്നത്. കാരണം മുതിർന്ന തലമുറയിൽ നിന്നാണ് തന്ത്രങ്ങൾ മനസ്സിലാക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. യുവതലമുറ അത് പ്രാക്ടിക്കലാക്കുന്നു, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തെ തകർക്കാൻ ഇനി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭീകരന്മാരും പഴുതാരയും പിന്നെ തേളും എല്ലാം കൂടെ ഒന്നും ചെയ്യുന്നതാലും നടക്കത്തില്ല. കാരണം സമസ്ത മേഖലയിൽ ഇവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നൊന്നും ആലോചിക്കും, ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പ് CPM ഇങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെയല്ലേ ഇവരുടെ ശ്രീരാമകൃഷ്ണനും മറ്റേ ഇവരൊക്കെ നേതാവായി വന്നു, DYFI എന്നൊക്കെ. ഇപ്പൊ അവരാ പരിപാടിയില്ല. ഇവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അടുത്ത തലമുറ അവർ പ്രാക്ടീസ് ചെയ്ത് വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ അടുത്ത തലമുറ അതിനകത്ത് വേണ്ടി. കാരണം ഇനി നോക്കൂ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരൊക്കെ ആയിരിക്കും സ്റ്റാർ ക്യാമ്പയിനർമാരും. ഈ അണ്ണാമലയും ഒക്കെ ആയിരിക്കും ഇനി ദക്ഷിണേന്ത്യയിലെ സ്റ്റാർ ക്യാമ്പയിനർമാർ. അദ്ദേഹം ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല ആളുണ്ട്. നമ്മുടെ ഈ കേരളത്തിലുള്ള വീഡിയോസ് തമിഴന്മാര് വെട്ടിയിട്ടിട്ട് ഞാൻ കണ്ടു. തമിഴില് ഇവിടെ വരുന്ന ഇവിടെ മൂന്നാറൊക്കെ ഇദ്ദേഹം വന്നായിരുന്നു രാജേന്ദ്രന് വേണ്ടിയിട്ട്. അണ്ണാമല അവിടെ വന്നു, സുരേന്ദ്രന് വേണ്ടി വന്നു. അപ്പം ഇതിനകത്ത് എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ അണ്ണാമലയ്ക്ക് വിവിധ ഭാഷ അറിയാം. ഇന്നിപ്പോ ഞാൻ രാവിലെ അണ്ണാമലയുടെ ഈ കന്നഡ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. തമിഴ് അറിയാം, അത്യാവശ്യം കുറച്ച് മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം. ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഇദ്ദേഹം വിവിധ ഭാഷകളാണ് സംസാരിക്കുന്നത്. ഇതിന് ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്. ഇത് വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ അവരത് വൈറലാക്കി മാറ്റുന്നുണ്ട്. ആ വീഡിയോസ് ഒക്കെ അവർ അവിടെ ഉള്ളവർ ഷെയർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ പോവുകയാണ്. അതായത് എന്താ പറയുന്നത്, ഇദ്ദേഹം ഒരു പോപ്പുലറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോകൾ ഷെയർ ചെയ്യുന്നതനുസരിച്ചിട്ട്. അതും വരുമ്പോൾ ഭയങ്കര ആവശ്യം. ഇദ്ദേഹം കണ്ണൂരിലൂടെ വരുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയാണ് ഈ പ്രവർത്തകർ ഇദ്ദേഹത്തെ ഇത് ചെയ്യുന്നത്. അതായത് അവർക്ക് പരാതിയില്ല മോദി വന്നില്ലെന്നോ ഇല്ല ഷാ വന്നില്ലെന്നോ ഒക്കെ ഉള്ളത്. ഇവരാണ് പുതിയ താരങ്ങൾ. ഇനി ഇവരുടെ കയ്യിലൂടെയാണ് പോകുന്നത്. അതാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നത്. പണ്ടൊരു മിസ് കോളിൽ കൂടെ മെമ്പർഷിപ്പ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഈ പാർട്ടിയെ കളിയാക്കിയവരാ. അത് കഴിഞ്ഞ് കോൺഗ്രസ് ആ പണി തുടങ്ങിയില്ലേ, LDF ആ പരിപാടി തുടങ്ങി, മിസ് കോളിലൂടെ ഇതാക്കുക. അതാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് അവർ കൊണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം ഹൈ ടെക്നിക്കൽ ആയിട്ടുള്ള ഹൈ
ആയിട്ടുള്ള പ്രചരണം നടത്തുന്നതും BJP ആണ്. അവരുടെ പോസ്റ്റേഴ്സ് ആയാലും അവരുടെ ഡിസൈനിങ്സ് ആയാലും അവരുടെ പ്രചരണ രീതി ആയാലും ഒക്കെ ഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും.